സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ. താൻ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നതെന്ന് മൊഴി. സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധന ശക്തമാക്കാൻ പോലീസ്. വിവാദത്തിന് പിന്നാലെ ഫിലിം ചേംബർ യോഗം നാളെ ചേരും. ഷൈൻ ടോം ചാക്കോയെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താൻ ശുപാർശ ചെയ്തേക്കും. കോഴിക്കോട് ഷഹബാസ് കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം. കുറ്റപത്രം സമർപ്പിക്കുക കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ. കൂടുതൽ വിദ്യാർത്ഥികളെ പ്രതി ചേർക്കാൻ പോലീസ് നിയമോപദേശം തേടും. മുതിർന്നവർക്കെതിരെ തെളിവില്ലെന്നും പോലീസ്. പുതിയ ചീഫ് സെക്രട്ടറിയെ കണ്ടെത്താൻ നടപടി തുടങ്ങി സർക്കാർ. നീക്കം ശാരദാ മുരളീധരൻ വിരമിക്കുന്ന സാഹചര്യത്തിൽ. ആദ്യ പരിഗണന 1989 ബാച്ച് IAS ഉദ്യോഗസ്ഥൻ മനോജ് ജോഷിക്ക്. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ഇന്ന് ഈസ്റ്റർ. പീഠാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. ഉയിർപ്പിന്റെ വെളിച്ചം നമ്മുടെ പാതകളെയും ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കട്ടെ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. വേതന വർധനവ് ആവശ്യപ്പെട്ടുള്ള ആശാമാരുടെ സമരം ഇന്ന് 70ാം ദിവസം. പ്രാദേശിക പിന്തുണയോടെ സമരം സംസ്ഥാന വ്യാപകമാക്കാൻ ആശാമാർ. 4ാം ഘട്ട സമരത്തിന്റെ പ്രഖ്യാപനം നാളെ. സുപ്രീം കോടതിക്കെതിരെ പ്രസ്താവന നടത്തിയ പാർട്ടി MP-യെ പരസ്യമായി തള്ളി BJP. ആവർത്തിക്കരുതെന്ന് കർശന നിർദ്ദേശം. കോടതിയെ എതിർക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് നദ്ദ. വിവാദമായത് ചീഫ് ജസ്റ്റിസ് മതയുദ്ധങ്ങൾ വിളിച്ചു വരുത്തുന്നു എന്ന നിഷികാന്ത് ദുബെയുടെ പ്രസ്താവന. കോഴിക്കോട് ഫറോക്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിൽ മോഷണം. 11 മൊബൈൽ ഫോണും 1 ലക്ഷം രൂപയും കവർന്നു. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. IPL-ൽ ലക്നൗ സൂപ്പർ ജയൻസിന് നാടകീയ ജയം. 2 റൺസിന് രാജസ്ഥാനെ തോൽപ്പിച്ചു. 3 വിക്കറ്റ് എടുത്ത ആവേശ് ഖാൻ കളിയിലെ താരം. ഡൽഹി ക്യാപിറ്റൽസിനെ 7 വിക്കറ്റിന് തകർത്ത ഗുജറാത്ത് ടൈറ്റൻസ്.